ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്ന് പോടാ അവിടുന്ന് വൃത്തികെട്ടവൻ. എന്തായാലും എന്റെ മോന് ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. ആഹാ, അപ്പൊ അമ്മയും തുടങ്ങിയോ? ഞാൻ ഇവിടെ നിൽക്കുന്നില്ല സാറേ. എന്റെ അമ്മേ, ഇപ്പൊ സാറിന്റെ കാര്യങ്ങൾ കാണുമ്പോഴേ എനിക്കാണ് അതിശയം. മുമ്പ് ഗൗരവ് മാത്രം കൊണ്ടുവരുന്ന സാറ് ഇപ്പതേ കൊച്ചുകുട്ടികളെ പോലെ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു മാണിക്കുഞ്ഞെ, ഇപ്പോഴല്ലേ എല്ലാം മനസ്സിൽ നിന്നൊന്നൊഴിഞ്ഞത്. അതിന്റെ സന്തോഷം അവന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. സാറ് ഭാഗ്യവാനാണമ്മേ. സാറ് മാത്രമല്ല, നമ്മുടെ കുടുംബവും. അല്ലെങ്കിൽ ഗാഥമാടത്തെ പോലെ ഇത്രയും ഭക്തിയും ബഹുമാനവും ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ആളെ സാറിന് കിട്ടുവോ? അത് ശരിയാ മാണിക്കുഞ്ഞെ. എത്രയോ ജന്മം എന്റെ മോൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിരിക്കും ഗാഥമോൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇനിയുള്ള അവരുടെ ജീവിതം ഒന്ന് നന്നായി കണ്ടാ മതി. ഇനി എന്താ ഇവിടുത്തെ തടസ്സം? ആകെയുള്ള തടസ്സം എന്ന് പറയുന്നതേ ആ അമ്മായി മോളുവാ. അതെ, അമ്മ അച്ഛനോട് മുറുക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആ നിമിഷം അവര് പഠിക്ക് പുറത്താ. പിന്നെ സാറും ഗാഥമാടവും സന്തോഷമായിട്ട് ജീവിക്കില്ലേ? ഒരു 10 മാസം കഴിയുമ്പോ ഒരു പൊന്നോമനെ എടുത്ത് അമ്മയുടെ കയ്യിലോട്ട് വെച്ചു തരും. അമ്മൂമ്മ ലാളിച്ചോളാൻ പറഞ്ഞിട്ട്. ഹാപ്പി അല്ലേ? ഇവന്റെ ഒരു കാര്യം. അമ്മായി തിരക്കുന്നുണ്ട്. എന്തിനാ? നവീന്റെ മണിയറ ഒരുക്കാനാണെന്ന് തോന്നുന്നു. അവന്റെ മണിയറ ഒരുക്കുന്നത് എന്റെ ജോലിയാണോ? അമ്മ തന്നെയല്ലേ അലങ്കാരങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇത്രയും കാലം അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് നവീനും ഗാഥയും തമ്മില് ഒരു ജീവിതം ഉണ്ടാകില്ല എന്നല്ലേ. അമ്മയുടെ വാക്കുകളെ തോൽപ്പിച്ച് അവരൊരു ജീവിതം തുടങ്ങുമ്പോ അലങ്കരിക്കാൻ അമ്മ തന്നെ പോണം. ഓ, അപ്പൊ സുമിത്ര വിളിച്ചതല്ല, നിന്റെ പ്രതിഷേധമാണ് ഇതൊക്കെ? എന്ത് പ്രതിഷേധം? അമ്മ പറയുന്നത് കേട്ട് വിഡ്ഢിവേഷം കെട്ടാൻ തയ്യാറായത് എന്റെ തെറ്റ്. ഞാൻ കുറെ മനക്കോട്ട കെട്ടിയിരുന്നത് എല്ലാം തകർന്ന് മനസ്സിൽ തന്നെ വീണിട്ടുമുണ്ട്. അമ്മ ഇനിയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഇപ്പൊ അമ്മയ്ക്ക് എല്ലാവരുടെ മുന്നിൽ നല്ല പേര് വേണം. അപ്പൊ എന്റെ കാര്യങ്ങൾ ഒഴിവാക്കി കളയുന്നതല്ലേ നല്ലത്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ചതിക്കാൻ ഞാൻ എന്ത് ദ്രോഹം അമ്മയടുത്ത് ചെയ്തത്? ഓ, ഞാൻ പറയുന്നത് കേൾക്കുന്നത് പോലും അറപ്പായല്ലേ? ഓ നിർമ്മല, ഹലോ. ഉദേട്ടാ, അവരുടെ ആദ്യരാത്രിയുടെ മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അതിനു മുമ്പ് ഏൽപ്പിച്ച സാധനമായിട്ട് ഇങ്ങോട്ട് എത്തൂ. ഓ, ഞാൻ വൈകില്ല നിർമ്മലെ, കൃത്യമായിട്ടെത്തും. എന്നാ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വാ. അറിയാലോ, ഈ ആദ്യരാത്രി നടന്നു കഴിഞ്ഞാല് അതിന്റെ പേരില് ജീവിതകാലം മൊത്തം വിഷമിക്കാൻ പോകുന്നത് നമ്മുടെ മോളാ. അതെനിക്കറിയാം നിർമ്മലെ, അതുകൊണ്ടല്ലേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. നീ ഫോൺ വെച്ച് അവളെ പോയി സമാധാനിപ്പിക്കും. ഞാൻ പെട്ടെന്ന് വരാം. ശരി. ഓ, അച്ഛൻ എങ്ങോട്ടാ പോയിരിക്കുന്നേ? എന്താ അച്ഛൻ കൊണ്ടുവരുന്നേ? പറയമ്മേ, എന്താ കാര്യം? കളരിക്കൽ വീട്ടിൽ നിന്ന് സർപ്പശാപം ഒഴിഞ്ഞ അതിനൊപ്പം നിർമ്മല തിരുത്തുമെന്ന് നീ കരുതിയോ? നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയവളായാലും ശരി, നാഗലോകം തന്നെ കീഴടക്കിയവളായാലും ശരി, നവീന്റെ ഭാര്യയായി നിന്നെ അല്ലാതെ വേറൊരാളെ അമ്മ അംഗീകരിക്കില്ല, വാഴിക്കില്ല. നവീന്റെ വധു ഈ രാത്രി പുലരില്ല. നാളത്തെ പ്രഭാതം നമുക്കൊപ്പം അവളിവിടെ ഉണ്ടാവില്ല. ചാവും. ഇന്ന് രാത്രി തന്നെ ചാവും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അമ്മേ, നിർമ്മല ഒരിക്കൽ ശത്രുന്ന് കരുതിയ ആൾക്ക്
പിന്നെ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ശത്രു തന്നെ, കൊല്ലപ്പെടേണ്ടവൾ തന്നെ. ഭഗവാനെ, എല്ലാം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോന്നെങ്കിലും എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. നവീൻ എന്റെ കഴുത്തി കെട്ടിയിരിക്കുന്ന ഈ താലി, ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? പകരക്കാരിയാണ്, ചെയ്ത തൊഴിലിന് കൂലി വാങ്ങിച്ചവളുമാണ്. പക്ഷെ ഇതെന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോ ഞാനറിയാത്ത ഒരാനന്ദം എന്റെ ഉള്ളിലുണ്ട്. എനിക്കൊന്ന് പറഞ്ഞു തരോ, ഞാനിതെന്താ ചെയ്യേണ്ടതെന്ന്? പൊട്ടിച്ചു കളഞ്ഞേക്ക്. എല്ലാം അവസാനിച്ചില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ബാധ്യത നിന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നത്? അമ്മേ, ഇടയിൽ എപ്പോഴോ നവീനുമായിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന് ഞാനും മോഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ അത് നടന്നില്ലേ. വിട്ടുകൊടുത്ത് ഇറങ്ങി വന്നതല്ലേ നീ. നവീൻ ഇപ്പോ മറ്റൊരുത്തിയുടെ ഭർത്താവാ. അങ്ങനെ ഒരാളുടെ താലി നീ കഴുത്തിലിടാൻ പാടില്ലേ. അതിങ്ങഴിച്ചതാ. വേണ്ടമ്മേ. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ജീവിതകാലം മുഴുവൻ ഇതിന്റെ പേരിൽ നരകിക്കാനോ? നീ നോക്ക്, ഒരു ജന്മം മുഴുവൻ നരകിച്ച് ജീവിച്ചവളാ ഞാൻ. എനിക്കുണ്ടായ അതേ അവസ്ഥയിൽ നിന്നെ കാണാൻ എനിക്ക് പറ്റില്ല. അതിങ്ങഴിച്ചു തരാനാ പറഞ്ഞത്. എന്നെ കൊണ്ട് അതിനാവുമെന്ന് തോന്നുന്നില്ലമ്മേ. സ്വന്തം മകളുടെ താലിച്ചരട് വലിച്ചു പൊട്ടിക്കുന്നത് ഒരമ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. പക്ഷേ നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്കത് ചെയ്തേ പറ്റൂ. ദൈവമേ, എന്നോട് പൊറുക്കണേ. എന്റെ നാഗദൈവങ്ങളെ, എന്റെ ഭഗവാനെ, എന്താ ഇത്? കൃഷ്ണ